ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമല്ല, ഒരു പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബില്ല്. ആ ബില്ല് ലോക്സഭയിലും പാസ്സാകും, രാജ്യസഭയിലും പാസ്സാകും. ആ ബിൽ നിയമമായി മാറുകയും ചെയ്യും. മുനമ്പത്തെ മനുഷ്യർക്ക് നീതി കിട്ടുകയും ചെയ്യും. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ദീർഘമായ വാചകമാണെങ്കിലും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ വഖഫ് അമെൻമെന്റ് ബിൽ 2025 കുറിച്ച് പറയുന്നതിന് പകരം പഴയ സംഭവങ്ങളിലേക്കാണ് ഉണ്ണിസാറൊക്കെ പോയത്. അതുകൊണ്ട് ഞാൻ ഈ ബില്ലിലേക്ക് സ്ട്രേറ്റ് വരികയാണ്. ഇവിടെ എന്താണ് ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ തന്നെ തുടങ്ങണം. കാരണം ഇവിടെ ഈ വഖഫിന്റെ പ്രോപ്പർട്ടി മാനേജ്മെന്റ്, അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഈ പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ എവിടെയൊക്കെയാണ് ഈ ലിറ്റിഗേഷൻസ് കിടക്കുന്നത്? മുനമ്പം മാത്രമൊന്നുമല്ല, കേരളത്തിലെ ഒരു മുനമ്പം മാത്രമല്ല, പല പല ലിറ്റിഗേഷൻസ് പല ഇടങ്ങളിലായി പല കോടതികളിലായി നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് എത്ര മറച്ചു വെച്ചാലും അത് കൃത്യമായി ഇന്ന് പാർലമെന്റിൽ ഈ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ എൻഡോമെന്റായി അല്ലെങ്കിൽ ദാനമായി അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഈ ഭൂമി അത് പിന്നീട് വകമാറ്റി ചെലവഴിച്ചതിന്റെ, അതിൽ മിസ്മാനേജ്മെന്റ് നടത്തിയതിന്റെ, അഴിമതി കാണിച്ചതിന്റെ ഒക്കെ പലയിടങ്ങളിൽ നിന്നായുള്ള പരാതികളാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ വഖഫ് സ്വത്തുക്കളുടെ ദുർവിനിയോഗം നടന്നിട്ടുണ്ട് എന്നതിന്റെ കൂടി വെളിച്ചത്തിലാണ് ഈ ആക്ടിൽ ഒരു ഭേദഗതി വേണം. കാരണം എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണമല്ലോ. ചൂണ്ടിക്കാണിച്ചാൽ വഖഫ് ആകണം എന്ന കാര്യത്തിൽ നിൽക്കണം എന്നുള്ളതൊക്കെ ഉണ്ണിസാർ പറയുന്നതിനോടൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിൽ ഈ വഖഫിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിന്റെ കാര്യം അത് സുതാര്യമാകുന്നു എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ട്രാൻസ്പെറൻസി വരികയാണ്. ഡിജിറ്റലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എവിടെയൊക്കെയാണ് ഈ വഖഫ് സ്വത്തുക്കൾ ഉള്ളത് അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനമടക്കം പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സ്കൂളുകളും കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മദ്രസകളും ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടിയൊക്കെ ഇത് വിനിയോഗിക്കണം, നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. ഇവിടെ സേട്ട് കൊടുത്തതും ഫാറൂഖ് കോളേജ് വഴി ഇവിടെ ആ പ്രദേശത്തുള്ളവരുടെ ജീവിത നിലവാരം, അതുപോലെ തന്നെ അവരുടെ അക്കാദമിക നിലവാരമൊക്കെ ഉയർത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം അടക്കം അവിടെ വരുമെന്ന് കരുതിയിട്ടാണല്ലോ ആ ഭൂമി കൊടുത്തത്. അല്ലാതെ തീറെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയല്ല ആ ഭൂമി കൊടുത്തത്. അപ്പോൾ എന്തിനാണോ വഖഫ് ചെയ്തത് ആ വഖഫിന്റെ ഉപയോഗം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നത് ഉറപ്പാകേണ്ടതുണ്ട്. അപ്പോൾ ഈ പുതിയ അമെൻമെന്റിൽ, ഈ ഭേദഗതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഉണ്ട്, അത് പരിഹരിക്കപ്പെടണം. രണ്ടാമത്തേത് ഈ വഖഫ് സംബന്ധിച്ചുള്ള ഭൂരേഖകൾ, ആ ഭൂരേഖകളിൽ പലയിടങ്ങളിലും സർവേസ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സർവേസ് ആണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പിന്തുടർച്ചാവകാശം, സ്ത്രീകൾക്ക് പിന്തുടർച്ചാവകാശം കിട്ടേണ്ട ഭൂമി അത് വഖഫാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, വഖഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ന്യായമായും കിട്ടേണ്ട പാരമ്പര്യ സ്വത്ത് കിട്ടാതെ പോകുന്നത് മാറ്റുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. അടുത്തത് ഈ ലിറ്റിഗേഷൻസിനെ കുറിച്ചാണ്. ആ ലിറ്റിഗേഷൻസിന്റെ കണക്ക് ഞാനൊന്ന് എടുത്തു നോക്കി. ആ ലിറ്റിഗേഷൻസ് അനുസരിച്ച് 2013 ഈ മാറ്റം വന്നതിന് ശേഷം, അതായത് 95 ആക്ടിൽ അമെൻമെന്റ് വന്ന ഈ 2013 ശേഷമുള്ള കേസുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് ആയി കിടക്കുന്ന ലിറ്റിഗേഷൻസിന്റെയാണ്, കോടതി വ്യവഹാരങ്ങളുടേതാണ്. 10,381 കേസുകളാണ് 2013 ഉണ്ടായിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ 2025 ആകുമ്പോഴേക്കും അത് 21,618 കേസുകളായി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കേസില്ല, എവിടെയാണ് കേസ് എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് ഈ കണക്കങ്ങ് വെക്കുകയാണ്. ഇനി സർക്കാർ ഭൂമി 5,973 പ്ലോട്ടുകളാണ്. സർക്കാർ ഭൂമി, ഗവൺമെന്റ് ലാൻഡ്, അത് 25 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ 5,973 പ്ലോട്ടുകൾ അല്ലെങ്കിൽ സർക്കാർ ഭൂമി. അത് ഏക്കറുകളുണ്ട്, സെന്റുകളുണ്ട്. അപ്പോൾ വിവിധ ഇടങ്ങളിലായി 25 സംസ്ഥാനങ്ങളിലായി കിടക്കുന്നു. അതിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടതുമാണ്. തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ ഗ്രാമത്തിൽ ഒരു കർഷകൻ അയാളുടെ മകളുടെ കല്യാണത്തിന്, വിവാഹം നടത്തുന്നതിന് വേണ്ടി ഒരു ലോൺ എടുത്തു. അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ള പണം സമാഹരിക്കുന്നതിന് വേണ്ടി സ്വന്തം സ്ഥലം, അയാളുടെ ഭൂമി, അയാൾക്ക് പാരമ്പര്യമായി കൈമാറി വന്ന ഭൂമി, അയാളുടെ തറവാട്ട് സ്വത്ത് തന്നെ നമുക്ക് പറയാം, ആ കർഷകന്റെ ഭൂമി അയാൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആ ഗ്രാമത്തിൽ അയാളുടേതടക്കം ഈ തിരുച്ചെന്തുറയിലെ മുഴുവൻ സ്ഥലങ്ങളിലും വഖഫ് ബോർഡിന് വഖഫായി കൊടുത്തിരിക്കുന്ന സ്ഥലമാണെന്ന് അയാൾ തിരിച്ചറിയുന്നത്. പക്ഷേ രേഖകൾ എവിടെയാണ്? വഖഫ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സ്ഥലമായി മാറുകയാണ്. അതൊക്കെ എന്ത് അന്യായമാണ്! കാലാകാലങ്ങളായി താമസിച്ചു വന്ന ഒരാൾക്ക് സ്വന്തം മോളുടെ കല്യാണം നടന്നപ്പോൾ ആ കല്യാണത്തിന്റെ ചെലവിനുള്ള പണം തിരിച്ചടയ്ക്കുന്നതിന് അല്ലെങ്കിൽ കടം വീട്ടുന്നതിന് വേണ്ടി സ്വന്തം സ്ഥലം വിൽക്കാൻ നോക്കുമ്പോഴാണ് അത് വഖഫ് ഭൂമിയാണെന്ന് അയാൾ അറിയുന്നത്. രണ്ടാമത്തേത് ബീഹാറിലെ ഗോവിന്ദപൂരിൽ സുന്നി വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചത് 7 കുടുംബങ്ങളുടെ പാരമ്പര്യ സ്വത്തിലാണ് അല്ലെങ്കിൽ തറവാട്ട് സ്വത്തിലാണ്. അവർ അതിനുശേഷം പാറ്റ്ന ഹൈക്കോടതി വരെ ഇപ്പോൾ ആ കേസ് എത്തിയിരിക്കുകയാണ്. സബ് ജുഡീസ് ആണ്, അതവിടെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ബീഹാറിലെ കാര്യം. മുനമ്പത്തിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ടാണ് KCBCയും അതുപോലെ തന്നെ കത്തോലിക്ക സഭയും ഒക്കെ ഈ മുനമ്പത്തെ വിഷയത്തിൽ ഇത്രത്തോളം എംപിമാരോട് നിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കണം, അല്ലാതെ എന്ത് പരിഹാരമാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാൻ പോകുന്നത്? ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചല്ലോ. ജുഡീഷ്യൽ കമ്മീഷന്റെ കാര്യം എന്തായി? സംസ്ഥാന സർക്കാർ വെച്ച ജുഡീഷ്യൽ കമ്മീഷന് സാധുതയില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇനി സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള മാർഗം എന്താണ്? ഈ ഒരു ഭേദഗതി നിയമമായി വന്നു കഴിയുമ്പോൾ മുനമ്പത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ്. പാർലമെന്റിലാണ് പറയുന്നത്. അത്രത്തോളം ആധികാരികമായിട്ടാണ് അവരത് പറയുന്നത്. അല്ലാത്ത പക്ഷം മുനമ്പത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തതാണ് ഈ ബിൽ എന്ന് സമർത്ഥിക്കാൻ
സംസാരിക്കാൻ കഴിയണം. എന്തായാലും സംസാരിച്ച KC വേണുഗോപാൽ അടക്കം ഒരാൾക്ക് പോലും മുനമ്പത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല ഈ ബിൽ എന്നതുകൊണ്ട് സമർത്ഥിക്കുന്നതായി കണ്ടില്ല. എന്തായാലും ഈ പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നതിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് വിശ്വാസമുണ്ട്, KCBCക്ക് വിശ്വാസമുണ്ട്. ഇനി അത് നടപ്പായില്ല എന്നുണ്ടെങ്കിൽ, മുനമ്പത്ത് നടപ്പായില്ല എന്നുണ്ടെങ്കിൽ വാഗ്ദാന ലംഘനമാണ് കാണിച്ചത് കേന്ദ്ര സർക്കാരും BJPയും എന്ന് ഞാൻ തന്നെ ഈ ഫ്ലോറിൽ വന്നിരുന്ന് പറയാൻ തയ്യാറാണ്. പക്ഷേ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ഈ ബില്ലിന്റെ ആമുഖമായി തന്നെ കിരൺ റിജിജു പറഞ്ഞതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നതാണ് എന്റെ ടേക്ക്. ഇനി കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർണാടകയിൽ വിജയപുരയിൽ 15,000 ഏക്കറാണ് വഖഫ് ഭൂമി എന്ന് പറഞ്ഞത്. അതിനെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയത് കർഷക പ്രക്ഷോഭങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുമ്പോൾ അതിനെ വലിയ രീതിയിൽ നമ്മൾ വാർത്തയാക്കാറുണ്ട്. ഇവിടെ വിജയപുരയിൽ 15,000 ഏക്കറാണ് ചൂണ്ടിക്കാട്ടി ഇത് വഖഫ് ഭൂമിയാണ്, ഇനി നിങ്ങൾക്ക് ഇവിടെ കൃഷി ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് ആ കർഷകർ അവിടെ പ്രതിഷേധവുമായി എത്തി. പിന്നീട് സർക്കാരിന് അതിൽ ഇടപെടേണ്ടി വന്നു. വിജയപുരം മാത്രമല്ല, ബെല്ലാരിയിലും ചിത്രദുർഗയിലും യാദ്ഗിറിലും ധാർവാഡിലും ഒക്കെ തർക്കമുണ്ടായി. അതിനുശേഷം സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പ്, നിങ്ങളെ ഇവിടെ നിന്ന്, നിങ്ങൾ കൃഷി ഇറക്കിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരില്ല എന്ന ഒരു ഉറപ്പിന്റെ പേരിലാണ് ആ പ്രശ്നം ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്നത്. അടുത്തത് ഉത്തർപ്രദേശിലാണ് ഈ അഴിമതി ആരോപണങ്ങൾ. അത് അവിടുത്തെ സ്റ്റേറ്റ് വഖഫ് ബോർഡിനെതിരെയാണ് മിസ്മാനേജ്മെന്റ് നടന്നിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വന്നത്. അവിടെയും ഇക്കാര്യത്തിൽ പരാതികൾ ഉയർന്നതാണ്, ഈ കേസുകളിലേക്ക് പോയതാണ്. അപ്പോൾ ഉത്തർപ്രദേശിലും അങ്ങനെ ഒരു സംഭവം. ഞാൻ 3-4 എക്സാമ്പിൾസ് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ട്രാൻസ്പെറൻസി വേണം, വഖഫിന്റെ പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ ഒരു ട്രാൻസ്പെറൻസി വേണം. അല്ലാതെ വഖഫ് നൽകുന്നതിനോ അല്ലെങ്കിൽ വഖഫ് ആയി സ്വത്തുക്കൾ ദാനം ചെയ്യുന്നതിനോ ഒന്നും ഈ ബില്ല് എതിരല്ല. അങ്ങനെ എതിരാണ് എന്ന് സമർത്ഥിക്കുന്നത് തെറ്റാണ്. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു ബില്ലാണ്. അവർ അള്ളാഹുവിനായി ദാനമായി കൊടുക്കുന്ന വഖഫ് ഭൂമി മറ്റു തരത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് മാത്രമാണ് ഈ ഭേദഗതിയിലും ഉണ്ടായിരിക്കുന്നത്. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, പലയിടങ്ങളിലും വഖഫായി കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ അവസ്ഥ എന്താണ്? കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ മദ്രസകളൊക്കെ ഉയരട്ടെ, മദ്രസകളും സ്കൂളുകളും അതുപോലെ തന്നെ ട്രെയിനിങ് സെന്റേഴ്സും ഒക്കെ ഉയരട്ടെ എന്നുള്ളതാണ് ഇതിൽ വെച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ. ഇതിൽ ആരാധനാലയ നിയന്ത്രണമാണ് എന്ന രീതിയിലുള്ള ഒരു, അല്ലെങ്കിൽ ആരാധനാലയങ്ങളെല്ലാം പിടിച്ചെടുക്കാനാണ്, ശിവലിംഗം തേട, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അതിനായിട്ടൊന്നുമുള്ള ഒരു ബില്ലല്ല ഇത്. ഇത് ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള ഒരു ബില്ലല്ല, ആരാധനാലയങ്ങളുടെ നിയന്ത്രണത്തിനായിട്ടുള്ള ബില്ലല്ല. ഇത് വഖഫ് സ്വത്തുക്കളുടെ പരിപാലനത്തിനായിട്ടുള്ള പ്രോപ്പർ ഓഡിറ്റിംഗ് അടക്കം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ട്രാൻസാക്ഷൻസ് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ചെയ്യുന്നത് എന്താണ്? അഖിലേന്ത്യാ മുസ്ലിം വ്യക്തിനിയമ ബോർഡിന്റെ പ്രസിഡന്റ് മൗലാന ഖാലിദ് സൈഫുല്ല റഹ്മാനി പറഞ്ഞതാണ് അവർക്ക് വേദവാക്യം. കേരളത്തിലെ കത്തോലിക്ക സഭ പറയുന്നതിനെ അവർ തള്ളിക്കളയും, KCBC പറയുന്നതിനെ അവർ തള്ളിക്കളയും, മുനമ്പത്തെ മനുഷ്യർ 172 ദിവസമായി ഇരുന്ന് കരഞ്ഞ് തളർന്ന് പറയുന്നതിനെ അവർ തള്ളിക്കളയും. അവർക്ക് വലുതാരാണ്? അഖിലേന്ത്യാ മുസ്ലിം വ്യക്തിനിയമ ബോർഡിന്റെ പ്രസിഡന്റ് മൗലാന ഖാലിദ് സൈഫുല്ല റഹ്മാനിയുടെ ആഹ്വാനമാണ്. നിങ്ങൾ ഈ ബില്ലിനെതിരെ സംസാരിക്കണം, ഈ ബില്ലിനെ നിങ്ങൾ എതിർക്കണം എന്നുള്ള ആ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം, KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ എംപിമാരും നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനത, മുനമ്പത്തെ ജനത, കത്തോലിക്ക വിശ്വാസികൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ വഖഫിന്റെ ഇൻകം ഓഡിറ്റ് ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്ര ടെൻഷൻ? കാരണം വഖഫായി നൽകിയതല്ലേ, അത് കൃത്യമായി അള്ളാഹുവിന് ദാനമായി നൽകിയ പ്രോപ്പർട്ടി അത് കൃത്യമായി വിനിയോഗിക്കപ്പെടട്ടെ. അവിടെയാണ് വലിയ രീതിയിൽ അതിനെ എതിർക്കാനായി നോക്കുന്നത്. കർണാടക പറയുന്നത് 40 വഖഫ് പ്രോപ്പർട്ടീസ്, അതായത് സർക്കാരിൻ്റെതായിട്ടുള്ള ഗ്രേവ് യാർഡ്സ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മുസ്ലിം ആരാധനാലയങ്ങൾ മാത്രമല്ല, സർക്കാരിൻ്റെ ഭൂമിക്കൊപ്പം തന്നെ ക്ഷേത്രങ്ങളടക്കം, കർണാടകയുടെ കണക്കാണ്, കർണാടക കൊടുത്തിരിക്കുന്ന കണക്കാണ്, കർണാടക സർക്കാരിൻ്റെ കണക്കാണ്. അതിൽ വഖഫ് പ്രോപ്പർട്ടിയായി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് 40 സ്ഥലങ്ങളാണ്. അതിൽ കൃഷിയിടങ്ങളുണ്ട്, പബ്ലിക് സ്പേസസ് ഉണ്ട്, ഗവൺമെന്റ് ലാൻഡ് ഉണ്ട്, ഗ്രേവ് യാർഡ് ഉണ്ട്, ലേക്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണക്കുകളാണ്. അപ്പോൾ അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം, അതായത് ഈ ബില്ലെന്ന് പറയുന്നത് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ക്രിസ്ത്യാനികളിലേക്ക് ആദ്യം വരും, അത് കഴിഞ്ഞ് അങ്ങനെ വരും, ഇങ്ങനെ വരും. അതൊന്നുമല്ല. ഈ ബില്ലിന്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നത് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ക്രൈസ്തവ സഭ ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് എംപിമാർ പിന്തുണച്ചില്ല? ഫ്രാൻസിസ് ജോർജിന്റെയൊക്കെ ടേക്ക് വേറെയായിരുന്നു, ജോസ് കെ മാണിയുടെ ടേക്ക് വേറെയായിരുന്നു. പക്ഷേ അവർക്ക് ഇന്നലെ യോഗം ചേർന്ന് കഴിയുമ്പോൾ ഇതിനൊപ്പം നിൽക്കേണ്ടി വന്നിരിക്കുകയാണ്. അത് തീർച്ചയായും അവർക്കൊരു തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കത്തോലിക്ക സഭയുടെ ഈ ദീപികയിൽ വന്ന മുഖപ്രസംഗത്തിൽ കൃത്യമായി ചോദിക്കുന്നുണ്ട്, പാർലമെന്റിലെ മതേതരത്വ പരീക്ഷ എന്നാണ് പറയുന്നത്. ആ പരീക്ഷയാണ് ഈ ബിൽ. ആ മതേതരത്വ പരീക്ഷയിൽ തോറ്റുപോകാൻ പോകുന്നത് കേരളത്തിൽ നിന്നുള്ള UDFന്റെ എംപിമാരാണ്. എന്തായാലും 1995 വഖഫ് നിയമത്തിലെ 40-ാം അനുച്ഛേദം അനുസരിച്ച് സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്നത് സ്വന്തമാക്കാം. ഇരകൾ സമീപിക്കേണ്ടത് കോടതിയൊന്നുമല്ല, കോടതിയിൽ പോകാനൊന്നും പറ്റില്ല. വഖഫ് ട്രൈബ്യൂണലിൽ പോകാൻ കോടതി പറയും, വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ കോടതി പറയും. അപ്പോൾ വൈപ്പിൻ ദ്വീപിലെ ഈ 404 ഏക്കർ ഈ ആസ്തി വിവരത്തിലേക്ക് വന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ കത്തോലിക്ക സഭയുടെ വോട്ട് എല്ലാ കാലവും കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുന്നത്. അപ്പോൾ അതിന് പകരം പ്രീണനം നടത്തുന്നത് എങ്ങനെയാണ്? മുസ്ലിം വ്യക്തി
നിയമ ബോർഡിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും നിലപാടിനൊപ്പം നിന്നുകൊണ്ട് ഈ തായം കളിക്കുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ. Meet the editors.